കേസിന്റെ കാര്യം അത് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. അന്നത്തെ പോലീസ് അവിടെ വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനകത്ത് അവിടുത്തെ പ്രകാശിയിൽ ഒരു സന്ദർഭം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും പിന്നീട് അതിനകത്ത് പിന്നെ പോലീസ് അവരുടെ എല്ലാം പേരിൽ അവരെ സ്ഥിരം കുറ്റവാളി, അതായത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥിരം കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെടുത്തുകയും അവരുടെ പേരിൽ നിരന്തരമായി കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പയ്യന്നൂർ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഇത് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇതിനകത്ത് പോലീസ് ഒരു തരത്തിലുള്ള ഇടപെടൽ മാധ്യമപ്രവർത്തകർ എന്നുള്ള പരിഗണന പോലും അല്ലാതെ അവരെ ക്രിമിനൽ കുറ്റവാളികളായി ട്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് കാരണം. ഈ പ്രതിഷേധത്തിന് അത് പരിശോധിക്കാം. അല്ല, ആരും പരാതി നൽകിയായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട്. ഏതായാലും ആ കാര്യം വിശദമായി പരിശോധിക്കാം. മാധ്യമപ്രവർത്തകർക്ക് അവരുടേതായ ഒരു അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. അവരെ പൊതുജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നവരാണ്. അവർ നമ്മുടെ സമൂഹത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭാഗമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഏതെങ്കിലും സംഭവം പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ട്രാൻസ്ഫർ അതൊരു സെമി കോർട്ടല്ല. നമുക്ക് അതിനകത്ത് എന്താ അഭിപ്രായം പറയാം? അതൊരു കോടതി പോയി വാദിച്ചോട്ടെ. അങ്ങനെ നടക്കില്ല. ആര് ഭീഷണിക്കൊന്നും വഴങ്ങുന്നത്? തെറ്റായ ധാരണയൊന്നും വേണ്ട. ഒരു പാർട്ടിക്കാരും പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിയുടെ പേരിൽ നടപടി ഉണ്ടാവും. എല്ലാം എന്തോ പോലീസിലെല്ലാവരും ഒരുപോലല്ല ഉള്ളു. ഞാൻ ഇന്നലെ യോഗത്തിലും പറഞ്ഞു, ഭരണം മാറിയെന്ന് വിചാരിച്ച് മുഴുവൻ പോലീസും മാറുന്നു. അതേ പോലീസുകാർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം, അല്ലേ? ഗവൺമെന്റിന്റെ നയമാണ് പ്രധാനം. ഗവൺമെന്റ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പോലീസും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാധകമാണ്. അതിന്ന് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഞാൻ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, പോലീസ് സേനയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കാനും അവർക്ക് ജോലിഭാരം ഉണ്ടാകാതിരിക്കാനും സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനിങ്ങിൽ അതുകൂടി ഉൾപ്പെടുത്തി. ഞങ്ങൾ ആവശ്യമില്ലാതെ അവരെ ടെൻഷൻ ഉണ്ടാക്കിക്കുക, അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക, മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുക, അതുണ്ടാകരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. ചെറിയ കാര്യമല്ല. മുഖ്യമന്ത്രി സെക്രട്ടറി ആര് വേണമെന്നുള്ളത് അദ്ദേഹമല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ അധികാരവുമുണ്ട്. രത്തൻ കൽക്കർ നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെന്റാണ് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കേരള ഗവൺമെന്റ് തന്നെ തിരിച്ചു വിളിക്കാൻ അധികാരമുണ്ട്. അതിനെന്താ കുഴപ്പമില്ല. രത്തൻ കൽക്കർക്കെതിരെ അത്ര യാതൊരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. ഇലക്ഷന് മുമ്പ് പിൻപോ രത്തൻ കൽക്കർക്കെതിരെ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷനകത്ത് കുഴപ്പം ചെയ്തെന്നോ ഒന്നും വന്നിട്ടില്ല. ബംഗാളിൽ അതല്ല സ്ഥിതി. ബംഗാളിൽ SIRുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ
പേരുകൾ നീക്കം ചെയ്തുവെന്നും സുപ്രീം കോടതി ഇടപെട്ട് 80 ലക്ഷം ആളുകളെ തിരിച്ചു വെക്കണമെന്നും ഒക്കെ നടത്തിയതിന്റെ പശ്ചാത്തലമാണ്. ഒരു മിനിറ്റ്. ഈ കേരളത്തിൽ അങ്ങനെ രത്തൻ കൽക്കർക്കെതിരെ ഒരു പരാതി ഉണ്ടായില്ല. ഇല്ല അത് ഞങ്ങൾ ഉന്നയിച്ചു. അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. സ്ട്രോങ് റൂം എന്തുകൊണ്ട് തുറക്കാൻ പാടില്ല, അവസാനം നിർദ്ദേശം കൊടുത്തല്ലോ ഒന്നും ചെയ്യേണ്ടത്.